കടലിൽ തീ പിടിപ്പിച്ച് ഇറാന്റെ തീക്കളി. ഹോർമുസ് പൂർണ്ണമായും അടച്ചു. ചെങ്കടലിൽ ഹൂതികളെയും ഇറക്കി. അമേരിക്കൻ കപ്പൽപ്പട നെടുകെ പിളർക്കും എന്ന ഭീഷണിയാണ് ഹൂതികൾ മുഴക്കിയിരിക്കുന്നത്. ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം തുടങ്ങിയതോടെ അറബ് രാജ്യങ്ങൾ അവരുടെ ചരക്ക് കപ്പലുകൾ തുറമുഖങ്ങളിലേക്ക് അടുപ്പിച്ചു. ഹൂതികൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് അറബ് രാജ്യങ്ങളുടെ കപ്പലുകളാണ്. ഗൾഫ് മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഹോർമുസ് അടച്ചതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ പുറത്തു കടക്കാനാകാതെ അകപ്പെട്ട് കിടക്കുന്നു. കടലുകളിൽ ഇറാൻ കിടന്ന് പുളച്ചിട്ടും അനങ്ങാതെ അമേരിക്ക. ഇറാനെ എങ്ങനെയും കരാറിൽ ഒപ്പിടിപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ തിടുക്കം കൂട്ടുകയാണ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ യുദ്ധത്തിന് ചാടി ഇറങ്ങാൻ ഇപ്പോൾ ഇസ്രയേൽ തയ്യാറായി നിൽക്കുകയാണ്. ജൂണിൽ ഒപ്പിട്ട 60 ദിവസത്തെ ഇറാൻ US ധാരണാപത്രത്തിന്റെ കാലാവധി ഞായറാഴ്ച തീരാനിരിക്കെ ചരക്ക് നീക്കം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച് ഹോർമുസ് കടലിടുക്ക് കിടക്കുകയാണ്. അനുമതിയില്ലാതെ കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം രൂക്ഷമായതോടെയാണ് ഇത്. കഴിഞ്ഞ ദിവസം ഇറാൻ അനുമതിയോടെ ഒരു കപ്പൽ മാത്രം ഇതിലെ കടന്നുപോയിരുന്നു. ശരാശരി 140 കപ്പലുകൾ ദിവസേന കടന്നുപോയിരുന്ന കപ്പൽ പാതയാണ് ഇത്. ഇറാൻ സമുദ്രപാതയിൽ 7 കപ്പലുകൾ കൂടി അനുമതി കാത്തു കിടപ്പുണ്ട്. യുദ്ധം തന്നെയാണ് പരിഹാരമെന്ന് ഇസ്രയേൽ ഇപ്പോൾ വാദിക്കുകയാണ്. ഇറാനെ മതിച്ചു പുളയ്ക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഇറാനെ കയറി അടിച്ച് തീർത്തേ മതിയാകൂ എന്ന കടുംപിടുത്തത്തിൽ ഇസ്രയേൽ നിൽക്കുമ്പോൾ ഒരു ഘോര യുദ്ധത്തിന് തന്നെ കളമൊരുങ്ങുകയാണ്. ധാരണാപത്രത്തിന്റെ കാലാവധി 2 ദിവസത്തിനുള്ളിൽ അവസാനിക്കും. അതിനുശേഷം ആക്രമണത്തിനാണ് ഇസ്രയേൽ കാത്തിരിക്കുന്നത്. അമേരിക്ക ഇനി ആവശ്യപ്പെട്ടാലും ഇസ്രയേൽ അത് അംഗീകരിക്കാൻ തയ്യാറായേക്കില്ല. അമേരിക്കയെ നമ്പി നിന്നിട്ട് കാര്യമില്ല എന്ന് ഇസ്രയേലിന് ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെയല്ല അമേരിക്ക കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് രാജ്യത്ത് ഡൊണാൾഡ് ട്രംപിന് നേരെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിലേക്ക് അനാവശ്യമായി രാജ്യത്തെ കൊണ്ടെത്തിച്ചു എന്നാണ് ജനങ്ങൾ ഇപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പൽ നടുക്കടലിൽ കിടക്കുകയാണ്. ഇതിലെ നാവികർ ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ്. ചിലർ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള ചില വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. കാരണം 250 ദിവസത്തിലേറെയായി ഈ കപ്പലിനുള്ളിൽ കിടക്കുകയാണ് അമേരിക്കൻ നാവികർ. അവർക്ക് പുറത്തേക്കിറങ്ങാനോ നാട്ടിലേക്ക് തിരിച്ചു വരാനോ ഒന്നും കഴിയാത്ത സാഹചര്യം. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കും എന്ന് അറിയാത്തൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ കപ്പലിൽ അകപ്പെട്ട നാവികരുടെ കുടുംബങ്ങൾ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് നേരെ വലിയ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ഘോര യുദ്ധത്തിലേക്ക് അമേരിക്ക ഇറങ്ങാൻ വഴിയില്ല. എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധമാണ് വേണ്ടത്. കാരണം അവർ കണക്ക് കൂട്ടുന്നത് പോലെ ഒരു അടി ഇതുവരെയും ഇറാന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ് ഇസ്രയേലിന്. കാരണം അവർ കണക്ക് കൂട്ടിയിരുന്ന അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ പൂർണ്ണമായും ഇറാൻ ഇതുവരെ കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല. അവരുടെ അണ്വായുധ പരീക്ഷണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇസ്രയേലിനെ വെറുപിടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെ അടിച്ചു തീർത്തില്ലാതാക്കാതെ ഇസ്രയേൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല. അമേരിക്ക ആകട്ടെ ആശങ്കയിലൂടെ കടന്നു പോകുന്നു. ഇറാൻ US സമാധാനത്തിനായുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ തുടരുകയാണ്. ഹോർമുസ് തുറക്കാനുള്ള ജൂണിലെ കരാർ ഒപ്പിട്ട് ദിവസങ്ങൾക്കകം പൊളിഞ്ഞതോടെയാണ് സംഘർഷം വീണ്ടും ആരംഭിച്ചത്. പുതിയ കരാറിനായുള്ള ചർച്ചകൾക്ക് കഴിഞ്ഞ ദിവസം മധ്യസ്ഥരായ പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി ടെഹ്റാനിൽ സന്ദർശിച്ചിരുന്നു. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കുകയാണ് അമേരിക്ക ചെയ്യേണ്ടത് എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നു. ഇറാനുമായി ചർച്ചകൾ നന്നായി നടക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ചൊവ്വാഴ്ച ഇറാൻ തുറമുഖത്തേക്ക് പോയ ചരക്ക് കപ്പലിന് നേരെ US സേന വെടിയുതിർത്തിരുന്നു. ഇതിനുശേഷമാണ് യുഎസിന് ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇറാനും തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇതിനിടെ കടലുകളിൽ വലിയ പ്രതിസന്ധിയാണ് യമനിലെ ഹൂതി വിമതർ സൃഷ്ടിക്കുന്നത്. ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടലിൽ ബാബൽ മന്ദേബ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. സൗദി പിന്തുണയുള്ള യമനിലെ സർക്കാർ പക്ഷ ഹൂതി വിരുദ്ധ സേനയുടെ കപ്പലിന് നേരെയായിരുന്നു ആക്രമണമുണ്ടായത്. 4 നാവികരും 2 സേനാംഗങ്ങളുമാണ് കൊല്ലപ്പെട്ടതെന്ന് യമൻ കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. സർക്കാർ സേനയുടെ നിയന്ത്രണത്തിലുള്ള ചെങ്കടലിലെ മൊഖഹ് തുറമുഖത്തിന് നേരെയും കഴിഞ്ഞ ദിവസം ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. 2022 വെടിനിർത്തലിന് ശേഷം സർക്കാർ സേനയും ഹൂതികളും തമ്മിൽ നേർക്കുനേർ സംഘർഷം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു.
കഴിഞ്ഞ മാസം സൗദി സേന ഹൂതികളുടെ അധീനതയിലുള്ള സന രാജ്യാന്തര വിമാനത്താവളം ബോംബിട്ട് തകർത്തതോടെയാണ് വീണ്ടും സംഘർഷം ആരംഭിച്ചത്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതിന് പിന്നാലെ ചെങ്കടലിൽ ബാബേൽ മന്ദബിൽ ഹൂതികൾ സൗദി കപ്പലുകൾക്ക് നേരെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി അറബ് രാജ്യങ്ങൾക്ക് നേരെ ഹൂതികൾ നിരന്തരം ആക്രമണം നടത്തുന്നുണ്ട്. യമനിലെ തുറമുഖവും സൗദി അറേബ്യയുടെ എണ്ണ ശുദ്ധീകരണശാല ആക്രമിച്ചിരുന്നു. ഇവിടെ വലിയ ആക്രമണമാണ് ഹൂതികൾ നടത്തിയത്. അരാംകോയ്ക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണം അത് ലോകത്തെ തന്നെ ബാധിക്കുന്നതാണ്. കാരണം ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരാണ്, എണ്ണ വിപണനക്കാരാണ് സൗദി. അവരുടെ പൈപ്പ് ലൈനുകൾക്ക് നേരെ, എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അത് പല രാജ്യങ്ങളെയും ബാധിക്കുന്ന വിഷയം തന്നെയാണ്. ഇതുകൂടാതെ യമൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള തുറമുഖത്തിന് നേരെ ആക്രമണം നടത്തിയതോടെ യമൻ സർക്കാരിന് ഹൂതികൾ കൊടുക്കുന്ന മറുപടി അറബ് രാജ്യങ്ങളുമായി ചേർന്ന് ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞാൽ അതിശക്തമായ ആക്രമണം രാജ്യത്തിനുള്ളിൽ നടത്തും എന്നാണ്. യമൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ തുറമുഖമാണ് മൊഖ. ഹൂതി നിയന്ത്രണത്തിലുള്ള ഹൊദൈദ തുറമുഖം ഉപയോഗിക്കാതെ തന്നെ ചരക്ക് ഗതാഗതം സാധ്യമാക്കുക ലക്ഷ്യമിട്ട് തുറമുഖം നവീകരിച്ചിരുന്നു. ഈ തുറമുഖം ആക്രമിക്കാൻ കുറെ നാളായി ഹൂതികൾ നീക്കം നടത്തിയിരുന്നു. കാരണം ഇവിടെ ഹൊദൈദ തുറമുഖം മാത്രം മതി എന്നുള്ളതാണ് ഹൂതികളുടെ പ്രഖ്യാപനം. എന്നാൽ അത് അംഗീകരിക്കാൻ യമൻ സർക്കാർ ഒരുക്കമല്ല. ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ സർക്കാരും ഈ പറയുന്ന വിമതരും വലിയ യുദ്ധമാണ്, ആക്രമണമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അരാംകോയ്ക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണം അത് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു അറബ് രാജ്യങ്ങൾക്ക്. കാരണം സൗദിക്ക് നേരെ ഇന്ന് നടന്ന ആക്രമണം മറ്റ് രാജ്യങ്ങളിലേക്കും ഹൂതികൾ നടത്താൻ സാധ്യതയുണ്ട്. എണ്ണശാലയ്ക്ക് തീ പിടിച്ചിരുന്നു. ഈ തീ അണയ്ക്കാൻ തന്നെ മണിക്കൂറുകൾ വേണ്ടി വന്നിരുന്നു. പുലർച്ചെയായിരുന്നു ഹൂതികൾ ആക്രമണം നടത്തിയത്. ഈ രണ്ട് ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഹൂതികൾ വടക്ക് പടിഞ്ഞാറൻ യമനിലേക്ക് സൗദി ഡ്രോണുകൾ കടന്നു കയറുന്നതിനുള്ള മറുപടിയാണ് ആക്രമണമെന്ന് തിരിച്ചടിച്ചു. 2014 ആഭ്യന്തര യുദ്ധത്തിലൂടെ യമന്റെ തലസ്ഥാനമായ സന ഹൂതികൾ പിടിച്ചെടുത്തത് മുതൽ സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേനയുമായി ഏറ്റുമുട്ടലിലായിരുന്നു. 2022 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന താൽക്കാലിക സമാധാനം അടുത്തിടെയുണ്ടായ ഹൂതി ആക്രമണങ്ങളോടെ തകർന്നിരുന്നു. ചെങ്കടലിലെ ബാബേൽ മന്ദേബ് കടലിടുക്ക് സൗദിക്ക് ഉപരോധം ഏർപ്പെടുത്തിയ ഹൂതികൾ ചില കപ്പലുകളെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഹൂതികളെ ഇറക്കി ഇറാൻ പണി തുടങ്ങിയതോടെ ഇസ്രയേൽ യുദ്ധക്കളത്തിൽ ഇറങ്ങാൻ തിടുക്കം കൂട്ടുന്നു. ഇറാന്റെ പ്രോക്സികളാണ് ഹൂതി, ഹമാസ്, ഹിസ്ബുള്ള, ഇറാഖ്, സിറിയ രാജ്യങ്ങളിലെ മിലീഷ്യകൾ എന്നിവർ. ഇവർ വീണ്ടും ശക്തരാകുന്നുവെന്ന് ഇസ്രയേലിന് ബോധ്യപ്പെട്ടു. ഈ ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയ്ക്ക് ആപത്താണ്. അവർ ശക്തരാകുന്നത് ഏറ്റവും വലിയ തിരിച്ചടി ഇസ്രയേലിന് തന്നെയാണ്. ഈ ഘട്ടത്തിൽ പ്രോക്സികളുടെ തലയായ ഇറാനെ മുച്ചൂടും തീർക്കാൻ പടപ്പുറപ്പാടുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ. ഏത് നിമിഷം വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാം. ഇസ്രയേലും തയ്യാറായി നിൽക്കുന്നു, ഇറാനും തയ്യാറായി നിൽക്കുകയാണ്.